ഹലോ, എന്താണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് കാണാം. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു കപ്പ്. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഒരു ഡോ രൂപത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി സ്പൈസസ് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇതൊക്കെ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. വലിയ എരിവോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. അതിന് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ അപ്പക്കാരം, അപ്പസോഡ അതൊന്നും ആവശ്യമില്ല. ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, നന്നായിട്ട് ചൂടായി. ഇനി 1 സ്പൂൺ നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ മാവൊന്ന് എടുത്ത് വെക്കണം കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഗോൾഡൻ കളറാണ് ഇതുവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക, എന്നാലേ ഉള്ളും കൂടി വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം നല്ല പെട്ടെന്ന് ക്രിസ്പി ആവും, ഉൾഭാഗം വേവില്ല. അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്കായിട്ട്, അതല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.